ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 56-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. 52-ാമത്തെ സെഷൻ ഞാൻ പങ്കുവച്ചതായ അനുഭവത്തെക്കുറിച്ച് ഒരു വിചിന്തനം കൂടെ ചേർക്കുകയാണ്. ഇതിൽ സ്വയം കൊല്ലാൻ നോക്കുന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവം പറഞ്ഞിരുന്നല്ലോ. മുടി മുറിക്കുകയും തീയിടുകയും ഞരമ്പ് മുറിക്കാൻ നോക്കുകയും ഷാൾ കൊണ്ട് കഴുത്ത് വലിഞ്ഞു മുറുക്കാൻ നോക്കുക ആ പെൺകുട്ടി അപ്പനും അമ്മയും കൂടെ വന്ന് ധ്യാനം കൂടി. 3 ദിവസ ധ്യാനമാണ് അന്ന് അവർ കൂടിയത്. ആ ധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട അനുഭവം പാവമോചന അനുഭവമായിരുന്നു. ഒപ്പം ക്ഷമിച്ച് അനുരഞ്ജനത്തിലേക്ക് വരുന്ന അനുഭവമാണ്. ഈ 2 കാര്യങ്ങളും ഇവർ 3 പേരും വളരെ ആത്മാർത്ഥമായിട്ട് നല്ലപോലെ ക്ലാസ്സുകളെല്ലാം ശ്രദ്ധിച്ച് കുറിച്ചൊരുങ്ങി നല്ലപോലെ കുമ്പസാരിച്ച് മോചനം പ്രാപിച്ച് ഹൃദയപൂർവ്വം പരസ്പരം ക്ഷമിച്ച് ആ ശുശ്രൂഷയിലൂടെ അവർ സ്വന്തമാക്കിയെടുത്തു. അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്തുതിപ്പിൽ പൊതുവായിട്ട് ഞാൻ പൈശാചിക സാന്നിധ്യങ്ങളെ അരുവികളെല്ലാം ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് പൊതുവായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ധ്യാനത്തിൻ്റെ സമാപനത്തിൽ പ്രത്യേകമായി ബഹിഷ്കരണ ശുശ്രൂഷയുടെ പ്രാർത്ഥന നടത്തിയിട്ട് കൈവപ്പ് പ്രാർത്ഥനയിലേക്ക് അവർ വന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അതിന് മുമ്പ് തന്നെ, ഈ കൈവപ്പ് പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ അവളിലുള്ള പൈശാചിക സാന്നിധ്യം വിട്ടുപോയി. അവൾ നല്ല സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയുടെ അഭിഷേകത്തോടുകൂടെ ആ കൈവപ്പ് പ്രാർത്ഥന ഒന്ന് സ്വീകരിച്ചു. അപ്പോൾ എനിക്ക് തിരിച്ചറിഞ്ഞൊരു കാര്യം, ആഴപ്പെട്ട കുമ്പസാരം, പാപമോചനം, ക്ഷമിക്കൽ, അതിലൂടെ തന്നെ അവിടെയുണ്ടായിരുന്ന പൈശാചിക സാന്നിധ്യങ്ങളുടെ പിടുത്തം പിടുത്തം വിട്ടുമാറി. പിന്നെ ഒരുപക്ഷെ പൊതുവായിട്ട് സ്തുതിപ്പിനിടയിൽ ഞാൻ നൽകിയ ബഹിഷ്കരണ ആജ്ഞകൾ അതിന് മുമ്പിൽ തിന്മയുടെ ഒരുവിലും വിട്ടുപോയി കാണണം. കാരണം ഏതായാലും അവൾ പൂർണ്ണ വിടുതലിലേക്ക് വന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. ഏതാനും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടിയെ കുടുംബത്തിൽ കോൺടാക്ട് ചെയ്തത് പിന്നെ അന്വേഷിച്ചപ്പോൾ അവൾ ആ അനുഭവത്തിൽ നിലനിന്ന് മനോഹരമായിട്ട് ഭംഗിയായിട്ട് പഠിത്തമായിട്ട് നീങ്ങുന്നു ഞാൻ അറിയുകയും ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഒരു വിടുതലിലേക്ക് വരാൻ ഇടവന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അവരുടെ അനുതാപം, പാവമോചനമാണ്. നമുക്കറിയാവുന്ന ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 47-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, അപ്പസ്തലന്മാരെ ദൗത്യം ഏൽപ്പിച്ച് അയക്കുമ്പോൾ, സ്വർഗാരോഹണത്തിന് മുമ്പ് അയക്കുമ്പോൾ പറയുന്ന കാര്യം, നിങ്ങൾ ജെറുസലേമിൽ ആരംഭിച്ച് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രസംഗിക്കണം. എന്താ പ്രസംഗിക്കേണ്ടത്? പാപമോചനത്തിനുള്ള അനുതാപം പ്രസംഗിക്കണം. ഈശോ കൊണ്ടുവന്ന രക്ഷ പാപമോചനം വഴിയുള്ള രക്ഷയാണ്. എന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 76-77 വാക്യങ്ങളിൽ സ്നാപക യോഹന്നാൻ്റെ അപ്പൻ സക്കറിയ പുരോഹിതൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നാവിൻ്റെ കെട്ടഴിഞ്ഞ അവസരത്തിൽ പ്രവചിക്കുമ്പോൾ ഈ സ്നാപകൻ അടിജനിച്ചിരിക്കുന്ന ശിശുവിൻ്റെ ദൗത്യം എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനാണ് നീയോ കുഞ്ഞെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സ്നാപകൻ തൻ്റെ ദൗത്യം നിർവഹിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ പറയുന്നത്, അനുദപിക്കുവിൻ, സ്വർഗരാജ്യം എൻ്റെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത്, അനുദപിക്കുവിൻ. ഈശോയും തൻ്റെ ദൗത്യം ആരംഭിക്കുക, അത് തന്നെയാണ് പറയുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിക്കുവിൻ. അപ്പസ്തലന്മാരെ ഈശോ പ്രസംഗിക്കാൻ അയക്കുമ്പം മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 11-12 വാക്യങ്ങൾക്കാണ് അവർ പോയിട്ട് പ്രസംഗിക്കുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിക്കണമെന്ന് പ്രസംഗിച്ച് ആവശ്യപ്പെട്ടു. അപ്പം അനുതാപത്തിലൂടെയാണ് വിടുതൽ കിട്ടുന്നത്. പെന്തക്കോസ്ത് തിരുനാളിൽ പത്രോസിൻ്റെ 1-ാമത്തെ പ്രസംഗം 3000 പേര് മനസ്സാന്തരപ്പെടുന്ന സംഭവം അപ്പസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രസംഗം കഴിയുമ്പോൾ ഇത് കേട്ടവരെല്ലാം ഹൃദയം ഞുറുങ്ങി പത്രോസിനോട് അപ്പസ്തലന്മാർ ചോദിക്കുകയാണ്, സഹോദരന്മാർ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസിൻ്റെ മറുപടി വീണ്ടും ഹൃദയം ഞുറുങ്ങി അവർ പശ്ചാത്താപം കൊണ്ട് നിറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായിട്ട് സ്നാനം സ്വീകരിക്കുവിൻ. അപ്പം സഭയുടെ ഓരോ വചനപ്രഘോഷണവും കേൾക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകേണ്ട അനുഭവം പാപമോചനം സ്വീകരിക്കാൻ ഉതകുന്ന അനുതാപമാണ് എന്ന് ഈ 1-ാമത്തെ പെന്തക്കോസ്തായിലെ പത്രോസിന്റെ പ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നു. അതിന് പശ്ചാത്തലമായിട്ട് ഈശോയുടെ സ്വർഗാരോഹണത്തിന് മുമ്പുള്ള അന്തിമ കമാൻഡും സുവിശേഷ പ്രഘോഷണ കമാൻഡും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ദൈവരാജ്യ അനുഭവത്തിൽ ആഴപ്പെടാനും പൈശാചികമായ സ്വാധീനം വിട്ടുപോകാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പം ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട മേഖല പാവമോചനത്തിൻ്റെ മേഖലയാണ്. പാപവുമായിട്ട് നീങ്ങുന്നൊരു വ്യക്തിയിൽ നിന്നും പൈശാചികമായ സാന്നിധ്യങ്ങൾ വിട്ടു പോവുകയല്ല. ഒരു നാട്ടുമ്പുറത്തുള്ള ഒരു വീട്, ആ വീടിൻ്റെ അടുക്കള വശത്തേക്ക് ആ അടുക്കളയിൽ പെരുമാറുന്ന അമ്മ കുടുംബിനി
പാത്രം കഴുകുന്ന വേസ്റ്റ് വെള്ളവും അല്ലെങ്കിൽ ഭക്ഷണത്തിന് മിച്ചം വരുന്ന എച്ചിലുമൊക്കെ ഇങ്ങനെ വെറുതെ പുറത്തേക്ക് വലിച്ചെറിയാമെന്ന് വിചാരിക്കുക. അവരുടെ പറമ്പാണ്, അവിടെ വേറെ ആരുമില്ല, അവിടെ അങ്ങനെ വേറെ സൗകര്യങ്ങളില്ല, വേസ്റ്റ് മാനേജ്മെൻറ്റ് വേറെ ഒന്നുമില്ല. അങ്ങനെ വലിച്ചെറിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ മുറ്റം, ആ പരിസരം, ആ വെള്ളം വീഴുന്ന എച്ചിൽ, അഴുക്ക് ഭക്ഷണങ്ങൾ വീഴുന്നിടം ഇങ്ങനെ ചീഞ്ഞ് ഉണങ്ങാതെ അവിടെയുള്ള പുല്ലും ചെടിയെല്ലാം അഴുകി കറുത്ത് നിറം പിടിച്ച് ദുർഗന്ധം പിടിച്ച് കിടക്കും. അങ്ങനെ ദുർഗന്ധം പിടിച്ച് അഭംഗിയായിട്ട് ചെളി പിടിച്ച് കിടക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ ആ മുറ്റം അല്ലെങ്കിൽ പിന്നാമ്പുറം കിടക്കുമ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവിടെ മറ്റു സംഭവം ഉണ്ടാകും. എന്താണത്? ഈ ദുർഗന്ധവും ഭക്ഷണ വേസ്റ്റും അഴുക്കും ഇഷ്ടപ്പെടുന്ന കൊച്ചു കൊച്ചു ക്ഷുദ്ര ജീവികളുണ്ട്. പൂവീച്ച, ഒച്ച്, പാറ്റ, എലി, ഇതെല്ലാം അവിടെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എലിയെ പിടിക്കാൻ വേണ്ടി പാമ്പ് ശല്യം ഉണ്ടാകാൻ തുടങ്ങും. അങ്ങനെ അവിടം ഒരു വശത്ത് അവിഞ്ഞ് മൊരഞ്ഞ് ദുർഗന്ധം പിടിച്ച് കിടക്കുന്ന, കറുത്തിരണ്ട് കിടക്കുന്നുള്ള ഒരു വശം, ഒപ്പം ഇങ്ങനെയുള്ള ക്ഷുദ്രയുടെ ശല്യം വരികയാണ്. ഈശോ പറയുന്നുള്ള മത്തായി 12:45 ശവം എവിടെയോ കഴുകൻ അവിടെ, പാപം എവിടെയോ പൈശാചിക അരിയുടെ അവിടെ വരും. അപ്പം നമ്മുടെ ജീവിതം, ഒരു വ്യക്തിയുടെ ജീവിതം ഈ പറഞ്ഞ വീടിൻ്റെ പിന്നാമ്പുറം പോലെ ഇങ്ങനെ ഭൗതികമായിട്ട് മറിയുന്ന പോലെ ഒരു വ്യക്തിയുടെ ജീവിതം വിദ്വേഷം, അശുദ്ധി, ആസക്തി, വെറുപ്പ്, അങ്ങനെ പലതരത്തിലുള്ള തിന്മകൾ ഇങ്ങനെ വീട്ടമ്മ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് എറിയുന്ന പോലെ തിന്മകളെല്ലാം വന്നു കിടന്നിട്ട് അത് അനുദപിക്കുന്നില്ല, പശ്ചാത്തപിച്ച് ഏറ്റു പറയുന്നില്ല, മോചനം പ്രാപിക്കുന്നില്ല, പിന്നെ ഇങ്ങനെ അഴുക്ക് ചെതല് മൊഴി അങ്ങനെ നീങ്ങിയാൽ ആ വ്യക്തിയുടെ ഇത് മൊരയുന്നു എന്ന് മാത്രമല്ല, അവിടേക്ക് പൈശാചിക സാന്നിധ്യങ്ങൾ ആകർഷിക്കപ്പെടും. എന്തുകൊണ്ടാണ് യൂദാസിന്റെ സാത്താൻ വന്ന് ആവസിക്കുന്നത്? ഈശോയുടെ കൂടെ അന്ത്യത്താഴ ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം നമുക്കോട് കാണാൻ പറ്റും. യോഹന്നാൻ 13 ഈശോ അപ്പസ്തലന്മാരുടെ കാല് കഴുകി വരുമ്പോൾ പത്രോസ് തടസ്സം പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ കഴുകുന്നില്ല, നിനക്ക് എന്നോട് പങ്കില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, എന്നാൽ എന്നെ മുഴുവൻ കഴുകിക്കും. അത് മറുപടി പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, കുളി കഴിഞ്ഞവന് പാദം മാത്രം കഴുകിയാൽ മതി. എന്നിട്ട് പറയുന്നൊരു വാക്യമുണ്ടല്ലോ, നിങ്ങൾ ശുദ്ധിയുള്ളവരാണെന്ന് എല്ലാവരും അല്ല. അവിടെ യോഹന്നാൻ സുവിശേഷം എടുത്തു പറയുന്നൊരു വിശദീകരണം, അവരിത് പറഞ്ഞത് തന്നെ ഒറ്റിക്കൊടുക്കാതിരുന്ന യൂദാസിനെ കുറിച്ച് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ യൂദാസ് ആ കൂട്ട് ശുദ്ധിയുള്ള അവസ്ഥയിലല്ല ആയിരുന്നത് എന്നർത്ഥം, പാപാവസ്ഥയിലാണ്. യൂദാസ് പിറുപിറുക്കുന്നവനായിരുന്നു, മോഷ്ടിക്കുന്നവനായിരുന്നു, ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, യോഹന്നാൻ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ പാപാവസ്ഥയെ നീങ്ങി യൂദാസിൻ്റെ ജീവിതത്തിലേക്ക് യൂദാസ് വിളിക്കാതെ തന്നെ പൈശാചിക സാന്നിധ്യം വന്ന് കയറുന്നുണ്ട് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുകയാണ്. ഈശ്വര കൂടി അദ്ദേഹത്തെ ഇരിക്കുന്ന അവസരത്തിൽ പോലും, അവസരമായിരുന്നിട്ട് പോലും സാത്താൻ വന്ന് യൂദാസ് കയറുന്നു. അതിനെ തടഞ്ഞ് ഈശോയ്ക്ക് സാധിക്കുന്നില്ല. ഈശോയ്ക്ക് സാധിക്കുന്നത് കാരണം യൂദാസ് ആഗ്രഹിക്കുന്നില്ല, ഈശോയുടെ സഹായം സ്വീകരിക്കുന്നില്ല, ഈശോ തന്നെ വിശുദ്ധീകരിക്കാൻ യൂദാസ് അനുവദിക്കുന്നുമില്ല. അപ്പോൾ പാപത്തിൻ്റെ അവസ്ഥയിലൂടെ നീങ്ങുന്ന വ്യക്തികളിൽ നിന്നും പൈശാചിക ഉപദ്രവങ്ങൾ വിട്ടു പോവുകയില്ല എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആഴപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ്. ഈശോയുടെ പേര് തന്നെ അർത്ഥമാക്കുന്ന എന്താണ്? മത്തായി 1:21 യേശുവെന്ന് പേരിടണം, കാരണം അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവനാണ് ഈശോ. അവിടെ ഈശോയിലേക്ക് വരുന്ന വ്യക്തികൾ, ഈശോ വിശ്വസിക്കുന്ന വ്യക്തികൾ, വചനത്തിൻ്റെ വഴി നടക്കുന്ന വ്യക്തികൾ, സകല വിശ്വാസികളും പാപത്തെക്കുറിച്ച് അവബോധമുള്ളവരാകണം, പശ്ചാത്താപമുള്ളവരാകണം, ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിക്കുന്ന നിരന്തരം ശ്രദ്ധിക്കണം. അതെല്ലാം മുമ്പ് തീർച്ചയായിട്ടും പാപം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നീങ്ങുമ്പോൾ മാത്രമാണ് ദൈവരാജ്യത്തിൻ്റെ കരുത്ത്, പരിശുദ്ധാത്മ നിറവ് ആ വ്യക്തിയിലേക്ക് വരിക. പൈശാചികമായ സാന്നിധ്യങ്ങളെല്ലാം ദൂരീകരിക്കാൻ ഇനി എന്തെങ്കിലും കയറിയാൽ തന്നെ അതിനെ ആട്ടിപ്പായിക്കാൻ നമുക്ക് സാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.